നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയത് രണ്ട് വ്യക്തികളെയാണ്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള ഹേമന്ത് സോറനെയും, അദ്ദേഹം ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമാണ്. അതുപോലെ മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെയുമാണ്. കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെയാണ് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കുടുക്കിയത്. സിസോദിയെയും കെജ്രിവാളിനെയും കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടത്, BJP ചില നേതാക്കളെ കുടുക്കി ഭീഷണിപ്പെടുത്തി അവരുടെ പാളയത്തിലേക്ക് എത്തിക്കുന്ന പതിവ് സ്ട്രാറ്റജി ഇപ്പോൾ വർക്കൗട്ട് ആകുന്നില്ല. അതായത് ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും വേണ്ടില്ല, ആദർശം വിട്ടൊഴിയാൻ തയ്യാറല്ല എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന ഹേമന്ത് സോറൻ ഇന്ത്യ മുന്നണിയുമായി ഒരു രീതിയിലും വിള്ളലില്ല എന്ന് പത്രമാധ്യമങ്ങളോട് ഉറക്കെ വിളിച്ചു പറയുന്ന ഹേമന്ത് സോറൻ ഇവിടെയാണ് BJPയുടെ അടി തെറ്റുന്നത്. പല സംസ്ഥാനങ്ങളിലും BJP വീണ്ടും ഗ്രാഫ് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിലൊന്ന് പഞ്ചാബിലാണ്. പഞ്ചാബിൽ BJPക്ക് അവിടെ ശിരോമണി അകാലിദളുമായി കൂട്ടുകൂടി 2012 അധികാരത്തിൽ എത്താൻ കഴിഞ്ഞു. അതിനു മുമ്പ് 2007 അവർ അധികാരത്തിലായിരുന്നു. പക്ഷെ 2017 ശേഷം പിന്നീട് BJPക്ക് ഒരു സഖ്യത്തിൻ്റെ ഭാഗമായി വലിയ വളർച്ചയൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവർ പതിയെ പതിയെ തളരുകയാണ് ചെയ്തത്. അവർ വേരറ്റുപോയി ഉറപ്പു വന്ന ചില സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ ഇനി തിരികെ വരാൻ കഴിയാത്തവണ്ണം അവർക്ക് തിരിച്ചടികൾ ഒന്നിനു പിറകെ ഒന്നായി കിട്ടുന്നുണ്ട്. അവർ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അരങ്ങ് വാഴുന്നു എന്ന് ദിഗ്വിജയം കൊള്ളുമ്പോഴും ചില സംസ്ഥാനങ്ങൾ അവർക്ക് കിട്ടാക്കനിയായി മാറുകയാണ്. ആ സംസ്ഥാനങ്ങൾ ഒരിക്കലും അവർക്ക് അനുകൂലമാകാൻ പോകുന്നില്ല. അവർക്ക് ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരുടെ മൊത്തത്തിൽ കിട്ടുന്ന വോട്ടുകൾ, അതായത് ശതമാനക്കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഗ്രാഫ് താഴേക്ക് പോകുകയാണ്. പഞ്ചാബിലായിരുന്നാലും കേരളത്തിലായിരുന്നാലും തമിഴ്നാട്ടിലായിരുന്നാലും അതുപോലെ തന്നെ ഹിമാചലിലായിരുന്നാലും ഇങ്ങനെ ചില സംസ്ഥാനങ്ങളുണ്ട്. ജാർഖണ്ഡിലായിരുന്നാലും ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ജനരോഷം സാധാരണ നിലയിൽ ഭരണവിരുദ്ധ വികാരം വരാറാണ് പതിവ്. എന്നാൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ അതാത് പാർട്ടികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനീതിയും അവർ കാണിക്കുന്ന ഉച്ചനീചത്വവും എടുത്തു കാണിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ BJPക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഒലിഞ്ഞു കയറാൻ കഴിയുമോ അതിന് വിപരീതമായി ഈ സംസ്ഥാനങ്ങളിൽ ഭവിക്കുന്നു. അതിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല ഉൾപ്പെടുന്നത് എന്നത് BJPയെ അലോസരപ്പെടുത്തുകയാണ്. ദക്ഷിണേന്ത്യയിൽ പൊതുവെ BJPക്ക് ഗ്രാഫിക്കലായി നോക്കുമ്പോൾ അവർക്ക് ഇടിവാണ്. ലോക്സഭയിൽ ചില പോരാട്ടങ്ങളൊക്കെ നടത്തി ചില സീറ്റുകൾ നേടിയെടുക്കാറുണ്ട്. അതിപ്പോൾ കേരളത്തിൽ തൃശ്ശൂർ ജയിച്ചതുപോലെ. പക്ഷെ അതല്ല യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. സംസ്ഥാന നിയമസഭയിലും അവർക്ക് ഇടിവ് സംഭവിക്കും. ഹിമാചലിലായിരുന്നാലും പഞ്ചാബിലായിരുന്നാലും ജാർഖണ്ഡിലായിരുന്നാലും ഇത് സംഭവിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ ഏതാനും ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ അറിയാം, അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ട് ഷെയറിൽ നിന്നും നന്നായി ഇടിഞ്ഞ് താഴുകയാണ്. കാരണം തൃണമൂൽ കോൺഗ്രസ് ഒരു സീറ്റൊക്കെ മാർജിൻ ജയിക്കുന്നത് 60,000, 70,000, 80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഓരോ അസംബ്ലി സെഗ്മെൻറ്റും ബൈ ഇലക്ഷനുകളിൽ ജയിക്കുന്നത്. അതിൽ നിന്ന് തന്നെ കാണാം BJP ജനങ്ങൾ തിരസ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ സംസ്ഥാനങ്ങളിൽ. അത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പടരുകയാണ് എന്നതാണ് അവർക്ക് ഏറ്റവും ഭയാനകമായി തോന്നുന്ന ഇപ്പോൾ ലഭിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്.